നമസ്കാരം. 24-ന്റെ എല്ലാ പ്രേക്ഷകർക്കും പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 14 വ്യാഴാഴ്ച, വൃശ്ചികം 28. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് പ്രധാന വാർത്തകളിലേക്ക് കടക്കുന്നു. ഞാൻ പ്രവിതാലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. പാർലമെന്റിൽ സ്മോക്ക് ഷെൽ ആക്രമണം നടത്തിയ കേസിൽ പിടിയിലായവർക്കെതിരെ UAPA ചുമത്തി 6 പേരുടെയും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. വിവിധ അന്വേഷണ ഏജൻസികളും പ്രതികളെ ചോദ്യം ചെയ്യും. വിഷയം സഭയിൽ ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഇരുസഭകളിലും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകും. സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടി ഇന്ത്യ സഖ്യം ഇന്ന് രാഷ്ട്രപതിയെ കാണും. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. ഗുഡ് മോർണിംഗ് ബൽറാം. ഇന്നലെ രാജ്യത്തെ നടുക്കി പാർലമെന്റിൽ നടത്തിയ ആക്രമണത്തിൽ ഈ പ്രതികൾ തമ്മിൽ എങ്ങനെ പരിചയപ്പെട്ടു എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരുത്തുന്നുണ്ടോ അന്വേഷണ ഏജൻസികൾ? നിലവിൽ ഏതൊക്കെ ഏജൻസികളാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത്? പ്രവിത, ഈ കേസ് അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുന്നു എന്നാണ് ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പോലീസ് ഇക്കാര്യത്തിൽ പങ്കുവച്ച വിവരം എന്നുള്ളത് ഈ പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. UAPA ചട്ടം അനുസരിച്ചാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നുമാണ് ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ അറിയിച്ചിരിക്കുന്നത്. ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലിന്റെ ഭാഗമായുള്ള ആന്റി ടെറർ വിഭാഗം, ഭീകരവാദ വിരുദ്ധ വിഭാഗമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇതോടൊപ്പം തന്നെ IBയും കൂടാതെ NIAയും ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. ഈ 3 ഏജൻസികളുടെയും സംഘങ്ങൾ ഈ പിടിയിലായ 5 പേരെയും ഇതിനകം തന്നെ ചോദ്യം ചെയ്ത് വരികയാണ്. പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. അതേസമയം ഈ കേസിൽ സംഭവത്തിന് തൊട്ടു പിന്നാലെ തന്നെ 4 പേർ പിടിയിലായ ശേഷം 2 പേർ ഓടി രക്ഷപ്പെട്ടിരുന്നു എന്ന് പോലീസ് ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നു. അതിൽ ലളിത് ഝാ എന്നയാളെ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പിടികൂടിയിരുന്നു. എന്നാൽ മറ്റൊരു പ്രതി വിക്കി ശർമ്മ ഒളിവിലാണ്. അയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുന്നു എന്നാണ് പോലീസ് അറിയിച്ചിരുന്നത്. എന്നാൽ ഈ വിക്കി ശർമ്മയും അറസ്റ്റിലായതായി അയാളുടെ ബന്ധുക്കളാണ് വിക്കി ശർമ്മയും കസ്റ്റഡിയിലായതായി ഇയാളുടെ ബന്ധുക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗുരുഗ്രാമിൽ വെച്ച് തന്നെയാണ് വിക്കി ശർമ്മയെയും ഭാര്യയെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് എന്നും ആണ് ബന്ധുക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇയാളുടെ വീട്ടിൽ വെച്ചാണ് ഈ ഗൂഢാലോചന പ്രതികൾ നടത്തിയത് എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. ഇതുകൂടാതെ ഇവർ ഏതെങ്കിലും സംഘടനയുടെ ഭാഗമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് പോലീസ്. ഈ പ്രതികൾ തമ്മിൽ എങ്ങനെയാണ് ബന്ധം, വിവിധ മേഖലകളിലുള്ള വിവിധ സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ഈ ആളുകൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നിച്ച് പാർലമെന്റിലും പരിസരത്തുമായി എത്തി ഇത്തരത്തിൽ ഒരു പ്രവർത്തനം നടത്തിയത് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരശേഖരണം നടത്തുകയാണ് വിവിധ ഏജൻസികൾ. ഇതിനായി സംസ്ഥാന പോലീസുകളുടെ സഹായം തേടിയിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘങ്ങളുടെ അന്വേഷണം ഇവരുടെ നാടുകൾ കേന്ദ്രീകരിച്ചും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം വിഷയം പാർലമെന്റിൽ ശക്തമായ ആയുധമായി ഉന്നയിക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. ഇന്ന് രാഷ്ട്രപതിയെ കാണുന്നുണ്ട് ഈ വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട്. കൂടാതെ സഭയ്ക്കകത്ത് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് പ്രതിപക്ഷം. സഭ നിർത്തിവെച്ച് ഈ വിഷയം ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റിന്റെ ഇരുസഭകളിലും നോട്ടീസ് നൽകാനാണ് പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിരിക്കുന്നത്. വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ വിശദീകരണം നൽകണം എന്ന ആവശ്യം കഴിഞ്ഞ ദിവസം തന്നെ ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഈ സംഭവം നടക്കുന്ന ഘട്ടത്തിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഡൽഹിയിൽ ഇല്ലായിരുന്നു. എന്നാൽ ഇതുവരെയും ഈ വിഷയത്തിൽ സർക്കാരോ അല്ലെങ്കിൽ ഈ ആഭ്യന്തരമന്ത്രിയോ പ്രധാനമന്ത്രി അടക്കമുള്ളവരോ പ്രതികരണം നടത്താൻ തയ്യാറായിട്ടില്ല. എക്സിൽ പോലും ഒരു പ്രതികരണം ഇതുവരെയും ഇരുവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ വിഷയത്തിന്റെ ഗൗരവ സാഹചര്യവും ഏജൻസികളിൽ നിന്നും ഔദ്യോഗികമായി ഈ സംബന്ധിച്ച ഏതെങ്കിലും സംഘടനകൾക്കോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും അട്ടിമറി സാധ്യതകളോ ഇതിന് പിന്നിൽ ഉണ്ട് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരം ലഭിച്ച ശേഷം മാത്രമായിരിക്കും ഔദ്യോഗികമായ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുക എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ പാർലമെന്റിൽ ഇന്ന് സുപ്രധാനമായ ബില്ലുകൾ നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്ത ചർച്ചകൾ നിലനിൽക്കെ ആഭ്യന്തരമന്ത്രിക്ക് ഈ വിഷയത്തിൽ ഇന്ന് സംസാരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇന്ന് ആഭ്യന്തരമന്ത്രിയുടെ മറുപടി അല്ലെങ്കിൽ വിശദീകരണം ഇക്കാര്യത്തിൽ ഇന്ന് തന്നെ പാർലമെന്റിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്തെ തന്നെ ഞെട്ടിച്ച
ഒരു സംഭവമാണ്. പാർലമെന്റ് ലോക്സഭയ്ക്കകത്ത് കടന്ന് 2 അക്രമികൾ പുകശൽ ആക്രമണം നടത്തി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ തീർക്കുന്ന ഈ ആക്രമണം അതിൽ കൃത്യമായി തന്നെ സർക്കാരിന് മറുപടി നൽകിയേ മതിയാവൂ. ഏജൻസികൾക്കും മണിക്കൂറുകൾ പിന്നിട്ട ശേഷവും ഇവരുടെ ഏതെങ്കിലും സംഘടനയുമായി ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു ഔദ്യോഗിക വിശദീകരണം നൽകാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെയും. ബൽറാം, ഇവരുടെ ആസൂത്രണം എങ്ങനെയായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ പോലീസ് പുറത്തുവിടുന്നുണ്ടോ? മാത്രമല്ല, ഇവരെ മറ്റ് ഏജൻസികൾ ഇനി ചോദ്യം ചെയ്യേണ്ടതുണ്ട്, കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. നിലവിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നുണ്ട്? പ്രവിത, ഇവർക്ക് എതിരെ അല്ലെങ്കിൽ ഈ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് UAPA അനുസരിച്ചാണ്. സ്വാഭാവികമായും NIA തന്നെയാണ് ഇത്തരം കേസുകളിൽ അന്വേഷണം മുന്നോട്ട് അന്വേഷണം കൊണ്ടുപോകുന്നത്. നിലവിൽ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലിന്റെ ഭാഗമായിട്ടുള്ള ഭീകരവിരുദ്ധ വിഭാഗം ആണ് കേസ് അന്വേഷണം നടത്തുന്നത്. ഈ നിലവിൽ പിടിയിലായ പ്രതികളെ 5 പേരെയും വിശദമായി തന്നെ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തു. ഡൽഹി പോലീസിനെ കൂടാതെ തന്നെ ഇന്റലിജൻസ് ബ്യൂറോയും NIAയുടെയും സംഘങ്ങൾ ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ വിവിധ ഏജൻസികൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഈ കേസിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാന പോലീസുകളുടെ സഹകരണവും ഈ കാര്യത്തിൽ തേടിയിട്ടുണ്ട്. ശരി, എന്തായാലും വലിയ സുരക്ഷാ വീഴ്ചയാണ് പാർലമെന്റിൽ ഉണ്ടായിരിക്കുന്നത്. അത് സംബന്ധിച്ച് വലിയ പ്രതിഷേധം ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും ഉന്നയിക്കാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും പാർലമെന്റിൽ സ്മോക്ക് ഷെൽ ആക്രമണം നടത്തിയ കേസിൽ പിടിയിലായവർക്കെതിരെ UAPA ചുമത്തിയിട്ടുണ്ട്. 6 പേരുടെയും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. എഞ്ചിനീയർ മുതൽ റിക്ഷ ഡ്രൈവർ വരെയുണ്ട് പാർലമെന്റിൽ അതിക്രമം കാണിച്ചതിന് പിന്നിൽ. പിടിയിലായ യുവതിക്ക് ഉന്നത വിദ്യാഭ്യാസമുണ്ട്. 4ാമൻ ബിരുദധാരിയാണ്. നീലം, വയസ്സ് 32, ഹരിയാനയിലെ ജിന്ദ് ജില്ലയിലെ ഖാസോഗുർദ് സ്വദേശി. പിതാവിന് മധുരപ്പലഹാരക്കടയുണ്ട്. സഹോദരങ്ങൾക്ക് ക്ഷീരവിൽപ്പനയാണ്. MA, MEd, MPhil ബിരുദങ്ങളും നെറ്റും ഹരിയാന അധ്യാപക പരീക്ഷാ യോഗ്യതയും നേടിയിട്ടുണ്ട് നീലം. ഹരിയാന അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു. നാട്ടിൽ വിപ്ലവ നായിക എന്നാണ് നീലം അറിയപ്പെടുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികളെ സംഘടിപ്പിച്ചായിരുന്നു തുടക്കം. 2015 വീടിന്റെ മുകൾ നിലയിൽ നിന്ന് വീണ് നട്ടെല്ലിന് പരിക്കേറ്റതാണ്. കർഷക സമരത്തിലും ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തിലും സജീവമായിരുന്നു. ഡൽഹിയിലേക്കുള്ള നീലത്തിന്റെ വരവ് വീട്ടുകാർ അറിഞ്ഞില്ല. വാർത്ത അറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ് വീട്ടുകാർ. ബിരുദങ്ങൾ ഏറെ നേടിയിട്ടും ജോലി കിട്ടാത്ത നിരാശ നീലത്തിനുണ്ടായിരുന്നെന്നും കുടുംബം. फिर मारा तो कोई कदम तो यार धरना बजा कर दी माँ पढ़ाई तो मतलब रख व्यापन धरना कुछ नहीं लेना. മനോരഞ്ജൻ ഡി, വയസ്സ് 35, എഞ്ചിനീയറിംഗ് ബിരുദധാരി. പുസ്തക വായനയാണ് ഹരം. അച്ഛനെ കൃഷിയിൽ സഹായിക്കുമായിരുന്നു. പാർലമെന്റിൽ കടക്കുകയെന്ന ലക്ഷ്യത്തോടെ 3 മാസമായി മൈസൂർ MP പ്രതാപ് സിംഹയുടെ ഓഫീസ് കയറിയിറങ്ങി ബന്ധം സ്ഥാപിച്ചു. മകൻ ചെയ്തത് തെറ്റെങ്കിലും അവൻ നല്ലവനെന്ന് നെഞ്ചുരുകി പിതാവ്. ದಯವಿಟ್ಟು ನನ್ನ ಮಗನ ಬಗ್ಗೆ ಏನಾದ್ರು ಒಳ್ಳೇದಿದ್ರೆ ಒಳ್ಳೇದು ಅಂತೇಳಿ ಕೆಟ್ಟದಿದ್ರೆ ಸರ್ ನನ್ನ ಮಗನೇ ಅಲ್ಲ ಅವನು. ಅದು ದೇಗುಲ, ಆ ದೇಗುಲಕ್ಕೆ ಯಾರೇ ಕೆಟ್ಟದ್ದು ಮಾಡಿದ್ರು ಅವರು ಕೆಟ್ಟದ್ದು ಸರ್. ಆಯ್ತಾ ಸರ್, ನಾನೊಬ್ಬ ರೈತಾಪಿ ಮಗನಾಗಿ ನನ್ನ ಮಗ ಆ ಥರ ಮಾಡಿರೋದು ನಾನು ಖಂಡಿನೀಯ ಸರ್. സാഗർ ശർമ്മ, വയസ്സ് 28, ഉത്തർപ്രദേശിലെ ലക്നൗ രാംനഗർ സ്വദേശി. +2 വരെ പഠിച്ചു. റിക്ഷ ഓടിക്കാറുണ്ട്. അച്ഛൻ തടിപ്പണിക്കാരൻ. വർഷങ്ങളായി വാടക വീട്ടിൽ താമസം. ഡൽഹിയിൽ പ്രതിഷേധ സമരമുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയതാണെന്ന് കുടുംബം. अभी 2 दिन तो हुआ है उसको, हमें पता भी नहीं था कि ऐसा कुछ हो जाएगा. क्या बोलकर गया था? बोलकर गया था कि मैं दोस्तों के साथ जा रहा हूँ, तो अभी कुछ काम है उनके साथ, तो इसीलिए जा रहा हूँ. അമോൽ ധൻരാജ് ഷിൻഡെ, വയസ്സ് 25, മഹാരാഷ്ട്രയിലെ ലത്തൂർ സ്വദേശി. ബിരുദധാരി. ഡൽഹിയിൽ സൈന്യത്തിലേക്ക് റിക്രൂട്ട്മെന്റ് റാലിയുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയതാണെന്ന് കുടുംബം. उसकी पढ़ाई लिखाई हमारी गाँव में हो गया है. सिद्धेश्वर विद्यालय में 12 तक उसकी पढ़ाई हो गई. उसके आगे उन्हें कुछ मिलिट्री भर्ती, कुछ पुलिस भर्ती इसकी कोशिश में रहे वाला है. बाद में उन्हें किधर चला गया वो पता नहीं हमारा. കേസിൽ പ്രതികളായ ലളിത് ഝാ ബീഹാർ സ്വദേശിയാണ്. പ്രതികൾ താമസിച്ച ഗുരുഗ്രാമിലെ വീട് വിക്കി ശർമ്മ എന്നയാളുടേതാണ്. സെക്യൂരിറ്റിയായും ഡ്രൈവറായും ഒക്കെ ജോലി ചെയ്യാറുള്ള വിക്കി ഭാര്യയുമായി വഴക്കിടുക പതിവായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു.
ഇങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ളവരും വ്യത്യസ്ത സ്വഭാവക്കാരുമായ ഇവർ എങ്ങനെ ഒരുമിച്ചു, ആരാണ് പിന്നിൽ എന്നൊക്കെയാണ് അന്വേഷണ സംഘം തിരയുന്നത്. നാഷണൽ ഡെസ്ക് 24. മറ്റു വാർത്തകൾ നോക്കാം. ശബരിമലയിലെ തിരക്കുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി സ്വമേധയായി എടുത്ത കേസ് ഇന്ന് വീണ്ടും പരിഗണിക്കും. പാർക്കിംഗ് സ്ഥലം കൂടുതൽ അനുവദിക്കുന്ന കാര്യത്തിൽ ദേവസ്വം ബോർഡ് മറുപടി നൽകിയേക്കും. വെർച്വൽ ക്യൂ ബുക്കിംഗ് 80,000 വരെ എത്തുന്ന ദിവസങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് 10,000 ആക്കി നിജപ്പെടുത്തണമെന്ന് ഹൈക്കോടതി ഇന്നലെ നിർദ്ദേശം നൽകിയിരുന്നു. സ്പോട്ട് ബുക്കിംഗോ വെർച്വൽ ക്യൂ ബുക്കിംഗോ ഇല്ലാതെ എത്തുന്നവരെ നിയന്ത്രിക്കണം എന്നാണ് കോടതിയുടെ നിർദ്ദേശം. ശബരിമലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താനെത്തിയ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ സന്നിധാനത്ത് തുടരുന്നു. ഭക്തർക്കായി ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ മന്ത്രി നേരിട്ട് പരിശോധിക്കും. മന്ത്രിയുടെ അധ്യക്ഷതയിൽ സന്നിധാനത്ത് അവലോകന യോഗവും ചേരും. അതേസമയം തിരക്ക് നിയന്ത്രിക്കുന്നതിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലും ഉയർന്ന വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ BJP പ്രതിനിധി സംഘം നിലയ്ക്കലും സന്നിധാനത്തും സന്ദർശനം നടത്തും. കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്ദർശനം നടത്തുന്നത്. സന്നിധാനത്തേക്ക് ഭക്തജന പ്രവാഹമുണ്ടെങ്കിലും തിരക്ക് നിയന്ത്രണ വിധേയമാണ്. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് സന്നിധാനത്ത് നിന്ന്. ഗുഡ് മോർണിംഗ് അശ്വിൻ, എന്താണ് സന്നിധാനത്തിലെ നിലവിലെ സാഹചര്യം? ഗുഡ് മോർണിംഗ്. നിലവിൽ എന്തായാലും തിരക്ക് ക്രമാതീതമായി ഉയരുന്നുണ്ട്. പക്ഷേ സാഹചര്യങ്ങൾ നിയന്ത്രണ വിധേയമാണ്. അധിക നേരം ക്യൂ നിൽക്കേണ്ട സാഹചര്യമില്ല. അതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു വിലയിരുത്തലാണ് ഇനി ഉണ്ടാവേണ്ടത്. മന്ത്രി ഇന്നലെ രാത്രിയോടുകൂടി എത്തിയിട്ടുണ്ട്. കെ രാധാകൃഷ്ണൻ അദ്ദേഹം ഇന്നും സന്നിധാനത്ത് തുടരും. ഇന്ന് ഉച്ചയോടുകൂടി അവലോകന യോഗം നടത്തിയ ശേഷമായിരിക്കും തിരിച്ചു മലയിറങ്ങുക. അതേസമയം ഈ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ സന്നിധാനത്ത് സാഹചര്യങ്ങൾ പഠിക്കാൻ BJPയുടെ 3-അംഗ സംഘം കൂടി ഇന്ന് സന്നിധാനത്തേക്ക് എത്തുകയാണ്. 10 മണിയോടുകൂടി കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ സംഘമാണ് സന്നിധാനത്തെത്തി ഈ കാര്യങ്ങൾ പഠിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിച്ച്, അതായത് BJP കേന്ദ്ര കമ്മിറ്റിയിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക. അതിനുശേഷം മറ്റിടപെടലുകൾ, കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലടക്കം സന്നിധാനത്തേക്ക് വേണോ എന്നുള്ള കാര്യത്തിൽ ഈ പ്രതിനിധി സംഘത്തിന്റെ ഒരു ഇടപെടൽ നിർണായകമാകുമെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്നലെ വ്യക്തമാക്കിയത്. എന്തായാലും അങ്ങനെ ഒരു രാഷ്ട്രീയ വിഷയമായി കൂടി സജീവമായി ശബരിമലയിലെ ചർച്ച മാറുകയാണ്. അതേസമയം തിരക്ക് വലിയ തോതിൽ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഇനിയൊരു വാരാന്ത്യമൊക്കെ ആകുമ്പോൾ വീണ്ടും കഴിഞ്ഞ വെള്ളിയാഴ്ചയൊക്കെ കണ്ട അതേ സ്ഥിതിയിലേക്ക് സന്നിധാനം പോകുമെന്നുള്ളൊരു വിലയിരുത്തൽ പോലീസിനും ദേവസ്വം ബോർഡിനുമുണ്ട്. അതിന്റെ ഭാഗമായാണ് മന്ത്രി നേരിട്ടെത്തി കാര്യങ്ങൾ വിലയിരുത്തുന്നതും. തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അധിക നിയന്ത്രണങ്ങളോ അധിക സൗകര്യങ്ങളോ ഏർപ്പെടുത്തണമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ ഇന്ന് അവലോകന യോഗം ചേരുന്നതും. ശരി, അശ്വിൻ പാലാഴിയാണ് ശബരിമലയിലെ വിവരങ്ങൾ നൽകിയത്. ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസും ദേവസ്വം ബോർഡും തമ്മിലുള്ള തർക്കം അവസാനിപ്പിക്കാൻ സർക്കാരിന്റെ നിർദ്ദേശം. വകുപ്പുകളെയും കൂട്ടിയോജിപ്പിച്ച് വേണം ശബരിമല തീർത്ഥാടനം നടത്താനെന്ന് സർക്കാർ നിർദ്ദേശം നൽകി. ഇതിന് പിന്നാലെയാണ് ശബരിമലയിൽ കോർഡിനേറ്ററെ നിയമിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും ADGP MR അജിത് കുമാറും തമ്മിലുള്ള തർക്കം രമ്യമായി പരിഹരിക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ ശബരിമലയിൽ ഉണ്ടാകുന്ന ഏത് വിഷയവും സർക്കാരിനെതിരെ ആയുധമാക്കാൻ സാധ്യതയുണ്ടെന്നാണ് സർക്കാർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ബോർഡിന്റെ ആവശ്യം പരിഗണിച്ച് സോപാനത്തിലും 18-ാം പടിയിലും പരിചയസമ്പന്നരായ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കാനും സർക്കാർ നിർദ്ദേശം നൽകി. നവകേരള സദസ്സിനായി ക്ഷേത്ര മൈതാനങ്ങൾ ഉപയോഗിക്കുന്നതിന് എതിരായ ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കൊല്ലം ചക്കുവള്ളി പരബ്രഹ്മ ക്ഷേത്ര മൈതാനം വിട്ടുനൽകാൻ ദേവസ്വം ബോർഡ് അനുമതി നൽകിയ ഉത്തരവ് ഹാജരാക്കാൻ കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. പരിപാടിക്കായി ക്ഷേത്രം മതിൽ പൊളിക്കാൻ നീക്കമുണ്ടെന്നും ക്ഷേത്രഭൂമി ആരാധനാവശ്യങ്ങൾക്കല്ലാതെ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്നുമായിരുന്നു ഹർജിയിലെ വാദം. ചിറയിൻകീഴ് ശാർക്കര ദേവി ക്ഷേത്ര മൈതാനം നവകേരള സദസ്സിന്റെ വേദിയാക്കുന്നത് ചോദ്യം ചെയ്തുള്ള ഹർജിയിലും കോടതി ഇന്ന് വാദം കേൾക്കും. വയനാട് വാഗേരിയിലെ നരഭോജി കടുവയ്ക്കായി ഇന്നും തിരച്ചിൽ തുടരും. 80ഓളം വരുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് തിരച്ചിൽ നടത്തുന്നത്. മേഖലയിൽ 2 കൂടുകളും 30ഓളം നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഡോക്ടർ അരുൺ സഖറിയ അടുത്ത ദിവസം തന്നെ സ്ഥലത്തെത്തുമെന്നാണ് സൂചന. ഇന്നലെ കൂടല്ലൂരിലെ കോഴിഫാമിൽ കടുവയെത്തിയെന്ന് വനം വകുപ്പിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. ഇതിന് സമീപമാണ് 2ാമത്തെ കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. ഒരു കടുവ തന്നെയാണ് മേഖലയിൽ ഉള്ളതെന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. വത്തിക്കാൻ പ്രതിനിധി മാർ സിറിൽ വാസൽ കൊച്ചിയിൽ തുടരുന്നു. സിറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കവുമായി ബന്ധപ്പെട്ടാണ് സിറിൽ വാസൽ ഇന്നലെ എത്തിയത്. അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരുമായി ഇന്നലെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അൽമായ മുന്നേറ്റം വൈദികരും കമ്മിറ്റി അംഗങ്ങളുമായും സിറിൽ വാസൽ ചർച്ച നടത്തിയേക്കും. ജനാഭിമുഖ കുർബാന എന്ന നിലപാട് സിറിൽ വാസലിനെ അറിയിക്കാനാണ് അൽമായ മുന്നേറ്റത്തിന്റെ നീക്കം. ഡിസംബർ 25 മുതൽ ഏകീകൃത കുർബാന നടത്തണമെന്ന വത്തിക്കാൻ നിർദ്ദേശത്തിലും ഉടൻ തീരുമാനമുണ്ടാകും.
ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ വിധി ഇന്ന്. കുറ്റപത്രം സമർപ്പിച്ച് 2 വർഷത്തിന് ശേഷമാണ് വിധി പറയുന്നത്. 2021 ജൂൺ 30-നാണ് സംഭവം. നാടിനെ നടുക്കിയ കൊടും ക്രൂരത. പീഡനത്തിനിടെ ബോധരഹിതയായ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഈ വിവരം വെളിപ്പെടുന്നത്. അതുവരെ എല്ലാവരും കരുതിയിരുന്നത് കഴുത്തിൽ ഷാൾ കുരുങ്ങിയാണ് 6 വയസ്സുകാരിയുടെ മരണമെന്നാണ്. പോലീസ് അന്വേഷണത്തിൽ വണ്ടിപ്പെരിയാർ സ്വദേശി അർജുനാണ് പ്രതിയെന്ന് കണ്ടെത്തി. പെൺകുട്ടിയെ 3 വയസ്സ് മുതൽ ഇയാൾ പീഡിപ്പിച്ചിരുന്നു. അറസ്റ്റിലായ പ്രതിക്കെതിരെ കൊലപാതകം, ബലാത്സംഗം, പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തി. 2021 സെപ്റ്റംബർ 21-ന് കുറ്റപത്രം സമർപ്പിച്ചു. കഴിഞ്ഞ വർഷം മെയ്യിൽ കേസിന്റെ വിചാരണ കട്ടപ്പന അതിവേഗ കോടതിയിൽ തുടങ്ങി. കേസിൽ സാക്ഷികളാക്കിയിരുന്ന 48 പേരെ വിസ്തരിച്ചു. 69-ലധികം രേഖകളും 16 വസ്തുക്കളും തെളിവായി കോടതിയിൽ സമർപ്പിച്ചു. അനാവശ്യ പരാതികൾ നൽകി വിചാരണ പരമാവധി നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളാണ് പ്രതിഭാഗം ഇതുവരെ നടത്തിയത്. കഴുത്തിൽ ഷാൾ കുരുങ്ങിയാണ് പെൺകുട്ടി മരിച്ചതെന്ന് വരുത്തി തീർക്കാൻ പരമാവധി ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. വിചാരണയ്ക്കിടെ പുതിയ ജഡ്ജി ചാർജ് എടുത്തതും വിധിപ്രസ്താവം വൈകിപ്പിച്ചു. 24 ഇടുക്കി. IFFK വിശേഷങ്ങൾ. രാജ്യാന്തര ചലച്ചിത്രമേള ഭേദിക്കുന്നത് വലിയ അതിർവരമ്പുകളാണ്. സിനിമാ കാഴ്ചകൾ ഓരോ മനുഷ്യനും വ്യത്യസ്ത അനുഭവമാണ്. സമാന്തര സിനിമകൾ മുതൽ മുഖ്യധാരാ സിനിമകൾ വരെ കാഴ്ചയുടെ പലവിധ ആഘോഷങ്ങളായി മാറുമ്പോൾ ഒരു ചരിത്രവുമുണ്ട് പറയാൻ. അനന്തപുരിയിലെ സിനിമാ പ്രേമികൾക്കും സിനിമാ പ്രവർത്തകർക്കും ശാന്തനെ അറിയാം. രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ചരിത്രത്തിനൊപ്പം നടന്നു നീങ്ങിയ ശാന്തന്റെ സിനിമാ കാഴ്ചയ്ക്കുമുണ്ട് അത്രത്തോളം പോന്ന അനുഭവ സാക്ഷ്യങ്ങൾ. തൊണ്ണൂറ്റിനാലിൽ കോഴിക്കോട് നടന്ന ആദ്യ മേള മുതൽ ശാന്തനുമുണ്ട് ആ സിനിമാ പൂരം കാണാൻ. അന്ന് ഈ മേള കാണാൻ വരുന്നത് എഴുത്തുകാരും സിനിമാ പ്രവർത്തകരും സിനിമാ സംവിധായകരും ചിത്രകാരന്മാരും സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഡെലിഗേറ്റുകൾ 12,000 പരിമിതപ്പെടുത്തിയെങ്കിലും ഏകദേശം 16,000 ഡെലിഗേറ്റുകൾ വരെ പോയ സമയമുണ്ടായിരുന്നു. 10ാമത്തെ മേളയായപ്പോഴത്തേക്ക് ഇത് ഭയങ്കര പ്രശസ്തമാവുകയും ഡെലിഗേറ്റുകൾ ഏറ്റവും കൂടുതൽ കുട്ടികളാവുകയും ഒക്കെ ചെയ്തിരുന്നു. സ്ത്രീകളുടെ പങ്കാളിത്തം പുരുഷന്മാരുടേതിന് തുല്യമായിട്ട് തന്നെ ആവുകയും ചെയ്തു. ശാന്തൻ ഇങ്ങനെ ചരിത്രം കൊണ്ടു നടക്കുമ്പോൾ മലയാള സിനിമാ പ്രവർത്തകർ ആ ചരിത്രത്തോടൊപ്പം തങ്ങളെയും പരുവപ്പെടുത്തുകയായിരുന്നു. സിനിമയുടെ വളർച്ചയ്ക്കൊപ്പം വളർന്ന അവർക്കുമുണ്ട് പറയാൻ അനന്തപുരിയുടെയും സിനിമാ ചരിത്രത്തിന്റെയും അനേകായിരം കഥകൾ. ആ കാലത്തൊക്കെ ശരിക്കും ഒരു പാസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്, പാസ് കിട്ടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കഴുത്തിൽ കറുത്ത ചരട് തൂക്കിയിട്ട് സിനിമ കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വലിയ ഒരു എന്താ പറയുക ഒരു ഹഡിൽസ് തന്നെയാണ് ശരിക്കും. ആ സമയത്ത് നമ്മുടെ പല സുഹൃത്തുക്കളും പല രീതിയിലുള്ള ഈ ഒരു പാസ് തന്നെ സ്ക്രീൻ പ്രിൻ്റൊക്കെ ചെയ്തിട്ട് ഫോട്ടോ മാത്രം മാറ്റി ഒട്ടിച്ചിട്ട് സിനിമ കണ്ടിട്ടുള്ള ഒരു കാലമുണ്ട്. വേറൊന്നുമുണ്ടല്ലോ, അതൊക്കെ സിനിമ എന്നൊരു മീഡിയത്തോടുള്ള നമ്മുടെ പാഷനാണ്. മലയാള സിനിമയുടെ തലവര മാറ്റിയ പ്രതിഭകളുടെ കാലടി പിന്തുടർന്ന് മേളയിലേക്കും പിന്നാലെ സിനിമയിലേക്കും എത്തിയവരും ഏറെ. ചലച്ചിത്രമേളയോടും ചലിക്കുന്ന കാഴ്ചകളോടുമുള്ള കാതൽ ഇപ്പോഴും തുടരുന്നു. 2003 ആദ്യത്തെ IFFK വരുന്നത്. അപ്പോൾ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, പൈസയിലൂടെ. പക്ഷേ നമുക്ക് ഇങ്ങനൊരു പരിപാടി തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. ലോകത്തിലുള്ള നല്ല സിനിമകൾ, ലോകത്തിലിറങ്ങുന്ന നല്ല സിനിമകൾ കാണാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ വരികയാണ്. ഞാൻ കിടക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ്, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ മണ്ഡലകാലം ആയതുകൊണ്ട് അവിടെ രാത്രി കിടന്നാൽ പിടിക്കുവോ ഒന്നും ചെയ്യത്തില്ല. രാവിലെ നമ്മുടെ റൗണ്ടിലുള്ള ഇന്ത്യൻ കോഫി ഹൗസിൽ പോയി കയ്യിൽ കുഞ്ഞു ബാഗിൽ നിന്ന് ഒരു തോർത്തെടുത്ത് ആരും കാണാതെ കുളിക്കും, റെഡിയാവും, ഫ്രഷാവും, സിനിമ കാണും. വീണ്ടും വൈകുന്നേരം റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടക്കും. ചലച്ചിത്രാസ്വാദനത്തിൻ്റെ രീതികൾ അനുദിനം മാറി വരികയാണ്. വെറും ആസ്വാദനത്തിനപ്പുറം വ്യക്തി സ്വാതന്ത്ര്യം കൂടിയാണ് ഓരോ മേളയും. മനുഷ്യൻ അവനവനിലേക്ക് ചുരുങ്ങുന്ന ഇക്കാലത്തും ഓരോ മേളകൾക്കുമുള്ള പ്രസക്തി ഏറി വരികയാണെന്നതിൽ തെല്ലും സംശയമില്ല. അഭിലാഷ് തൊഴുവൻകൂടിനും ശ്രീജുവിനുമൊപ്പം ഹരികൃഷ്ണൻ, 24 തിരുവനന്തപുരം.
28ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരശ്ശീല വീഴാൻ ഇനി ഒരു നാൾ കൂടി. ജനപങ്കാളിത്തം കൊണ്ടും സിനിമകളുടെ തിരഞ്ഞെടുപ്പ് കൊണ്ടും മേള ശ്രദ്ധേയമാണ്. മലയാള സിനിമകളിൽ പ്രേക്ഷക ശ്രദ്ധയെ ആകർഷിച്ച കാതൽ, ആട്ടം എന്നീ ചിത്രങ്ങളുടെ അവസാന പ്രദർശനം ഇന്നാണ്. മേളയ്ക്ക് കൊടിയിറങ്ങാൻ ഒരു ദിവസം ബാക്കി നിൽക്കെ പ്രേക്ഷക പ്രീതി നേടി വനിതാ സംവിധായകരുടെ ചിത്രങ്ങൾ. സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് നേടിയ വനൂരി കഹിയു, മലയാളി സംവിധായകരായ ശ്രുതി ശരണ്യം, നദാലിയ ശ്യാം, ശാലിനി ഉഷാദേവി തുടങ്ങിയവരുടെ ചിത്രങ്ങൾക്കും പ്രേക്ഷകരേറെ. വിദേശ വനിതാ സംവിധായകർ ഉൾപ്പെടെ 41 സിനിമകളാണ് മേളയിലുള്ളത്. മലയാള സിനിമകളിൽ ഏറെ പ്രശംസ ലഭിച്ച ജിയോ ബേബിയുടെ കാതലും ആനന്ദ് ഏകർഷിയുടെ ആട്ടവുമടക്കം 11 സിനിമകൾ ഉൾപ്പെടെ 67 ചിത്രങ്ങളാണ് ഇന്ന് മേളയിലെത്തുന്നത്. ഈ ചിത്രങ്ങളിൽ 66 എണ്ണത്തിന്റെയും അവസാന പ്രദർശനം ഇന്നാണ്. ലോക സിനിമാ വിഭാഗത്തിൽ പേർഷ്യൻ ചിത്രം എൻലെസ് ബോർഡേഴ്സ്, ജോർദാന്റെ ഓസ്കാർ പ്രതീക്ഷയായ ഇൻഷാള്ള എ ബോയ്, നേപ്പാൾ ചിത്രം എ റോഡ് ടു എ വില്ലേജ് തുടങ്ങിയവ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുക. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച ക്രിസ്റ്റോഫ് സനൂസിയുമായി പ്രതിനിധികൾക്ക് സംവദിക്കാനുള്ള അവസരവുമുണ്ട്. ഉച്ചയ്ക്ക് 2:30 മുതൽ നിള തിയേറ്ററിലാണ് സംവാദം നടക്കുക. വൈകിട്ട് 7 മണിക്ക് ഇഷ്ക് സൂഫിയാന ബാൻഡിന്റെ സംഗീത പരിപാടിയും അരങ്ങേറും. 24 തിരുവനന്തപുരം. കൊച്ചിയിൽ സംഗീത വിരുന്നൊരുക്കാൻ DB നൈറ്റ് ചാപ്റ്റർ 3 ഫ്ലവേഴ്സും 24ഉം ചേർന്ന് സംഘടിപ്പിക്കുന്ന സംഗീത ദിശ ഈ മാസം 16-ന് തൃക്കാക്കര ഭാരത് മാതാ കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. കേരളത്തിലെ എണ്ണം പറഞ്ഞ ഗായകരും മ്യൂസിക് ബാൻഡുകളുമാണ് DB നൈറ്റിനെ വ്യത്യസ്തമാക്കുന്നത്. രാഗതാളങ്ങളുടെ പല ഭാവങ്ങൾ, നവസംഗീതത്തിന്റെ നവ്യസംഗമം കൊച്ചി. സ്കീ ഐസ്ക്രീം പ്രസൻസ് പിട്ടാപ്പിള്ളിൽ ഏജൻസീസ് DB നൈറ്റ് ചാപ്റ്റർ 3. കോഴിക്കോടിനും അനന്തപുരിക്കും പിന്നാലെ ആഘോഷങ്ങളുടെ നാടായ കൊച്ചിയിലേക്ക് DB നൈറ്റ് എത്തുന്നു. 16-ാം തീയതി വൈകിട്ട് തൃക്കാക്കര ഭാരത് മാതാ കോളേജിലാണ് സംഗീത നിശ. അവിയൽ, പെർഫെക്റ്റ് സ്ട്രേഞ്ചേഴ്സ്, 43 മൈൽസ് തുടങ്ങിയ പ്രമുഖ ബാൻഡുകളും ഗായകരായ ബ്രോദാബി, ജോബ് കുര്യൻ എന്നിവരും DB നൈറ്റിന്റെ മാറ്റുകൂട്ടാൻ ഇക്കുറിയുണ്ട്. DB നൈറ്റ് ചാപ്റ്റർ 3യുടെ ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിൽ ലഭ്യമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സംഗീത നിശയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. 24 കൊച്ചി. ISLൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FCയെ നേരിടും. കാൽമുട്ടിന് പരുക്കേറ്റ അഡ്രിയാൻ ലൂണ ഇന്ന് കളിക്കില്ല. ലൂണയുടെ പരുക്ക് ഗുരുതരമാണ് എന്നാണ് അഭ്യൂഹം. രാത്രി 8 മണിക്ക് ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. 9 മത്സരങ്ങളിൽ നിന്ന് 17 പോയിന്റുള്ള ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്താണ്. ടൂർണമെന്റിൽ ഇതുവരെ ഒറ്റ മത്സരം പോലും ജയിക്കാൻ പഞ്ചാബ് FCക്ക് കഴിഞ്ഞിട്ടില്ല. മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ആംബുലൻസ് പണിമുടക്കിയിട്ട് 3 മാസം. കട്ടപ്പുറത്തായ ആംബുലൻസിന്റെ രേഖകൾ ശരിയാക്കാൻ വൈകുന്നതാണ് അറ്റകുറ്റപ്പണി നടക്കാതിരിക്കാൻ കാരണം. 2 ആംബുലൻസ് മാത്രമാണ് നിലവിൽ മെഡിക്കൽ കോളേജിലുള്ളത്. സെപ്റ്റംബർ 10-ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മഞ്ചേരിയിൽ നിന്നും രോഗിയുമായി പോയതായിരുന്നു ഈ ആംബുലൻസ്. അപകടത്തിൽപ്പെട്ട് കട്ടപ്പുറത്തായി. ഇപ്പോൾ മഞ്ചേരി തുറക്കലിലെ വർക്ക്ഷോപ്പിൽ ആരെങ്കിലും ചികിത്സിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിപ്പാണ്. DME ആണ് ഈ ആംബുലൻസിന്റെ ഉത്തരവാദിത്വം. അതായത് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്താണ്. ഇതിനകത്തുള്ള ഡ്രൈവർമാരൊക്കെ DMO ആശുപത്രിയുടെ ഭാഗത്തുമാണ്. അപ്പോൾ ഈ 2 കൂട്ടരും കോഴിക്കോട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് അയച്ചിട്ട് തന്നെ 3 മാസത്തോളമായി തോന്നുന്നുണ്ട്. കാരണം അവർ തീരുമാനമെടുത്താലാണ് നമുക്ക് എന്തെങ്കിലും ഇത് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ബന്ധപ്പെട്ടവർ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. വെയിലും മഴയും കൊണ്ട് വർക്ക്ഷോപ്പിന് പുറത്താണ് ആംബുലൻസ് ഉള്ളത്. നിലവിൽ ICU ആംബുലൻസ് അടക്കം 2 ആംബുലൻസുകൾ മാത്രമാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സർവീസ് നടത്തുന്നത്. ആദിവാസി മേഖലകളിലേക്കും അനാഥർക്കുമായി സർവീസ് നടത്തുന്ന ഈ ആംബുലൻസ് കേടായതോടെ നിരവധി നിർധനരായ രോഗികളാണ് പണം നൽകി ആംബുലൻസ് വിളിക്കേണ്ടി വരുന്നത്. 24 മലപ്പുറം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. പരമ്പര നഷ്ടമാകാതിരിക്കാൻ ഇന്ത്യക്ക് ജയം അനിവാര്യമാണ്. ബൌളിംഗ് നിരയുടെ മോശം ഫോമാണ് ഇന്ത്യയുടെ തലവേദന. കുൽദീപ് യാദവിന് പകരം രവി ബിഷ്ണോയിയെ ഇന്ന് ടീമിൽ ഉൾപ്പെടുത്തിയേക്കും. 2ാം മത്സരത്തിൽ തിളങ്ങിയ ജെറാൾഡ് കോട്സിയും മാർക്കോ യാൻസനും ദക്ഷിണാഫ്രിക്കൻ നിരയിൽ ഉണ്ടാകില്ല. ടെസ്റ്റ് പരമ്പരയ്ക്ക് മുന്നോടിയായുള്ള ആഭ്യന്തര മത്സരത്തിനായാണ് ഇരു താരങ്ങളെയും ടീമിൽ നിന്ന് ഒഴിവാക്കിയത്. പേസും ബൗൺസുമുള്ള ജോഹന്നാസ്ബർഗിലെ വാണ്ടറേഴ്സ് സ്റ്റേഡിയത്തിലാണ് മത്സരം. രാത്രി 8:30 നടക്കുന്ന മത്സരത്തിൽ മഴ വില്ലനാകില്ല എന്നാണ് പ്രതീക്ഷ.
ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ പര്യടനത്തിലെ ഏക ടെസ്റ്റ് പോരാട്ടത്തിന് ഇന്ന് തുടക്കം. രാവിലെ 9:30 മുതൽ മുംബൈ DY പാട്ടീൽ സ്റ്റേഡിയത്തിലാണ് മത്സരം. 9 വർഷത്തിന് ശേഷമാണ് വനിതാ ടെസ്റ്റ് മത്സരത്തിന് ഇന്ത്യ വേദിയാകുന്നത്. 2020 പരമ്പരയിലെ തോൽവിക്ക് തിരിച്ചടി നൽകുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഹർമൻപ്രീത് കൗർ, സ്മൃതി മന്ദാന, ഷഫാലി വർമ്മ, ജമീമ റോഡ്രിഗസ് തുടങ്ങി വമ്പൻ താരനിരയുമാണ് ഇന്ത്യൻ ടീം എത്തുന്നത്. മത്സരം സ്വന്തം തട്ടകത്തിൽ ആണെന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ. ഇതോടെ പ്രഭാത വാർത്തകളുടെ സമയം പൂർണ്ണമാകുന്നു. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.